जय राधा माधव कुंज बिहारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानन्दना व्रज जन रञ्जना। यमुनतीरा वनचारी। जय राधा माधव कुंज बिहारी। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। देवं विष्णुपाद परमहंस परिव्राजकाचार्य अष्टोत्तर सदश्री श्रीमद अभय चरणारविंद भक्तिवेदांत स्वामी शील प्रभुपाद की जय। जय विष्णुपाद परमहंस परिव्राजकाचार्य अष्टोत्तर सदश्री श्रीमद शील भक्ति सिद्धांत सरस्वती महाराज प्रभुपाद की जय। अनंत कोटि वैष्णव वृंद की जय। नामाचार्य श्री हरिदास ठाकुर की जय। श्रीमद भगवद गीता की जय। निताई गौर प्रेमानंदे हरि हरि। ഹരേ കൃഷ്ണ. നമ്മള് എല്ലാ ആഴ്ചയും ഓരോ ശ്ലോകം വെച്ചാണ് കൊടുക്കുന്നല്ലേ നമ്മുടെ ക്ലാസ്സിൽ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോകം 43 ഒന്നാം അധ്യായത്തിലെ 43 ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോകം 43. ഉത്സന്ന കുലധർമാണാം മനുഷ്യാനാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമ. ഉത്സന്ന കുലധർമാണാം മനുഷ്യാനാം ജനാർദ്ദന നരകേ നിയതം വാസോ
ഭവതീത്യനുശുശ്രുമാ ഉത്സന്ന കുലധർമാണാം മനുഷ്യാനാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമാ. ഏറ്റു പറയാറുള്ളൂ അല്ല നേരെ ക്ലാസ്? ആരെങ്കിലും ശ്ലോകം ഏറ്റു പറയാറുള്ളൂ? എല്ലാം നേരെ ക്ലാസ്. ആ ആ ഉത്സന്ന കുലധർമ്മ മനുഷ്യാനാം ജനാർദ്ദന നരകേ നിയതം വാസോ. ശബ്ദാർത്ഥം: ജനാർദ്ദന, ഹേ ജനാർദ്ദന, ഉത്സന്ന കുലധർമാണാം, വേരറ്റ കുലാചരങ്ങളോട് കൂടിയ മനുഷ്യാനാം, മനുഷ്യർക്ക്, നരകേ, നരകത്തിൽ, നിയതം, എന്നും, വാസഹ, വാഴ്ച, ഭവതി, ഭവിക്കുന്നു, ഇതി, എന്ന്, അനു ശുശ്രുമ, ഞാൻ, നാം കേട്ടിട്ടുണ്ട്. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: അല്ലയോ ജനാർദ്ദന, കുലധർമ്മങ്ങൾ അല്ലയോ ജനാർദ്ദന പറഞ്ഞോ. കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരുപരമ്പര വഴി പറഞ്ഞിട്ടുണ്ട്. ഭാവാർത്ഥം: സ്വാനുഭവത്തെ മുൻനിർത്തിക്കൊണ്ടല്ല ആധികാരിക വചനങ്ങളെ പ്രമാണമാക്കിയാണ് അർജുനൻ വാദിക്കുന്നത്. അതാണ് ശരിയായ ജ്ഞാനം നേടാനുള്ള മാർഗം. ഏതു വിജ്ഞാന ശാഖയിലായാലും ശരി, അതിൽ നൈപുണ്യം ആർജിച്ച് ഒരാളുടെ സഹായമില്ലാതെ ആർക്കും അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളുവാൻ പറ്റില്ല. മരണത്തിന് മുമ്പ് പാപകർമ്മങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിശ്ചയമായും അനുഷ്ഠിക്കണമെന്ന് വ്യവസ്ഥ വർണ്ണാശ്രമ ധർമ്മത്തിലുണ്ട്. നിരന്തരം ദുഷ്കർമ്മങ്ങൾ ഏർപ്പെടുന്നവർ പ്രായശ്ചിത്തം എന്ന ഈ പ്രക്രിയ അനുഷ്ഠിക്കണം. അപ്രകാരം ചെയ്തില്ല എങ്കിൽ നിശ്ചയമായും പാപകർമ്മങ്ങൾ മൂലമുണ്ടായ ദുരിതഫലങ്ങൾ അനുഭവിക്കുന്നതിനായി അയാൾ നരകങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെടും. ഓമജ്ഞാന വിഭ്രാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖ്യ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം ഏന ഭൂതലേ സ്വയം രൂപഗതാമകം ദദാന്തീഷ്ടപദാന്തികം വന്ദേഹം ശ്രീ ഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലനാഥം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സനന്ദൻ ശ്രീ വിശാഖാൻ വിനാംസ്. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമി നിധിനാമിനെ നമസ്തേ സാരസ്വതേവി ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അധ്യായം 1 ശ്ലോകം 43 അപ്പം എനിക്കൊന്ന് 1-2 ആഴ്ചക്ക് മുമ്പായിരിക്കും 42ാം ശ്ലോകം എടുത്തതല്ലേ ഇടയ്ക്ക്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, എന്താണ് കോൺടെക്സ്റ്റിൽ ഓർമ്മയുണ്ടല്ലോ അല്ലെ? അർജുനൻ പല കാരണങ്ങൾ പറയാണ് യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലേ? പല കാരണം. അപ്പൊ ആ കാരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അർജുനൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. പക്ഷെ എന്താണ് ശരിയെന്ന് നമുക്ക് എപ്പോൾ അറിയാൻ പറ്റും? 2ാം അധ്യായം വായിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ സാധിക്കുക എന്താണ് ശരിയായ ധർമ്മമെന്ന്.
അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് തോന്നുന്നത് നമുക്ക് ശരിയായിട്ട് പലപ്പോഴും തോന്നും പല കാര്യങ്ങളും. അപ്പൊ എനിക്ക് ഒന്ന് ശരിയായിട്ട് തോന്നാം, വേറൊരു വ്യക്തിക്ക് ഒന്ന് ശരിയായി തോന്നാം. അപ്പൊ അങ്ങനെ പല ശരികൾ വരുമ്പോൾ നമുക്ക് ഏതാണ് യഥാർത്ഥമായിട്ടുള്ള ശരി എന്ന് അറിയാൻ സാധിക്കില്ല. അപ്പൊ അതിനാണ് ഭഗവാൻ നമുക്ക് ഭഗവത്ഗീത തന്നിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥമായിട്ടുള്ള ശരി എന്താണ്, അബ്സല്യൂട്ട് ആയിട്ടുള്ള ട്രൂത്ത് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ധർമ്മം എന്താണ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ വചനങ്ങൾ കേട്ടാലും മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നും ഒരു കൂട്ടർ പറയുന്നത് ശരിയായിരിക്കും, മറു കൂട്ടർ പറയുന്നത് ശരിയായിരിക്കും. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരും, എന്താണ് ശരി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഭഗവത്ഗീത എന്ന ഈ ഒരു അധ്യായം നമുക്ക് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെ നമുക്ക് യഥാർത്ഥ ധർമ്മം എന്താണെന്ന്. അപ്പം ഭാഗവതത്തിന് പറയുന്നത് ധർമ്മത്വ സാക്ഷാത് ഭഗവത് പ്രണീതം, അല്ലെ? യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ വാക്യങ്ങളെ അനുസരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് പല പല ധർമ്മങ്ങൾ ഉണ്ടാവായിരിക്കും, പക്ഷെ എല്ലാ ധർമ്മങ്ങൾക്കും ഉപരിയായിട്ട് പരോധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ വാക്യങ്ങൾ നമ്മൾ അനുസരിക്കാനുള്ള കാര്യമാണ്. കാരണം ആ ഒരു ധർമ്മം നമ്മൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ധർമ്മങ്ങളും അതിൽ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പല പല ധർമ്മങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവായിരിക്കും, പക്ഷെ ആ ധർമ്മങ്ങൾ ഓരോ ധർമ്മങ്ങളും നമ്മൾ നിറവേറ്റാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എല്ലാ ധർമ്മങ്ങളും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അതിന് പകരമായിട്ട് ഭഗവാൻ, അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്താണ്, ഞാൻ പറയുന്ന എന്റെ ഈ വാക്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറൊരു ധർമ്മം പാലിക്കേണ്ട ആവശ്യമാണ് വരുന്നില്ല എന്നുള്ള കാര്യമാണ് ഭഗവാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു, അല്ലെ, അല്ലയോ ജനാർദ്ദന, കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരുപരമ്പര വഴി അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയും അർജുനൻ പറയുന്നതാണ്, അദ്ദേഹം അറിഞ്ഞത് ഏത് വഴിയാണ്? ഒരു ഗുരുപരമ്പര വഴിയാണ് അദ്ദേഹം ഈ ജ്ഞാനത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു അതോറിറ്റി, അല്ലെങ്കിൽ ഒരു പരമ്പര നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഭഗവത്ഗീത അതിനൊക്കെ പല പല നമ്മൾ എഡിഷൻസ് ഉണ്ട് ഭഗവത്ഗീത തന്നെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഓരോ വ്യക്തികൾ അവരുടെ മനോകൽപ്പന അനുസരിച്ചാണ് ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം കൊടുക്കുന്നത്, നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഏത് ഭഗവത്ഗീത നമ്മൾ വായിക്കേണ്ട സംശയം നമുക്ക് വരാം. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ഒരു ഗ്രന്ഥം നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് അറിയാം ഇതിന് ഭഗവത്ഗീത യഥാരൂപം നിട്ടിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് യഥാരൂപം എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു നോക്കാൻ പറ്റും ഈ ഒരു ശ്ലോകത്തിന്റെ ഒരു ഇത് വെച്ചിട്ട്. നമുക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തൊരു കാര്യം നമുക്കൊരു ഗുരുശിഷ്യ പരമ്പര സ്വീകരിച്ചാലേ അതിന്റെ പ്രാമാണികത ഉണ്ടാവുള്ളൂ. നമ്മൾ എന്തൊരു കാര്യം എടുത്താലും ശരി. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോ നമുക്ക് മുതുമുത്തച്ഛനെയും കണ്ട് നമ്മൾ അവരെ കണ്ടിട്ടില്ല, അല്ലെ? ആരാണ് മുതുമുത്തച്ഛനോ അവരും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് മുതുമുത്തച്ഛന്റെ സ്വഭാവം ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിച്ചെടുത്താൽ ശരിയായിരിക്കും? ഇല്ല. അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്താണ്? മുതുമുത്തച്ഛനെ കണ്ട നമ്മുടെ അച്ചാച്ചന്റെ അടുത്തോ അവരുടെ അടുത്ത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടം എന്താണെന്നും അദ്ദേഹം എങ്ങനത്തെ വ്യക്തിയായിരുന്നു എന്നും അദ്ദേഹത്തിന് താല്പര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്താണ് വഴി? അല്ലെങ്കിൽ നമുക്ക് അടുത്ത വഴി എന്താണ്? മുതുമുത്തച്ഛനെ വിളിച്ചു വരുത്തുക, അല്ലെ? അത് നടക്കും ആ കാര്യം? നടക്കില്ല. അപ്പൊ നമുക്ക് എന്താണ് വഴി? അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് മനസ്സിലാക്കിയ വ്യക്തിയിൽ നിന്നും കേൾക്കാനുള്ള കാര്യമാണ്, അല്ലെ? നമ്മുടെ അച്ചാച്ചന്റെ അടുത്ത് നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി, അച്ചാച്ചൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അച്ഛന്റെ അടുത്ത് നമ്മൾ കേട്ട് മനസ്സിലാക്കാം. അപ്പൊ ആ വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത്, അദ്ദേഹം എന്തൊക്കെയാണ് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ശാസ്ത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഇതുപോലെ ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് മനസ്സിലാക്കിയാലേ അത് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി പറയും അദ്ദേഹം ഇങ്ങനെയായിരുന്നു ഉണ്ടായത്, വേറൊരു വ്യക്തി വരും അത് അങ്ങനെയായിരുന്നു ഉണ്ടായത്. അപ്പൊ നമുക്ക് പല രീതിയിൽ നമ്മുടെ മാനസിക ഊഹാപോഹം കൊണ്ട് ഭഗവാനെ വർണ്ണിക്കാൻ സാധിക്കുമായിരിക്കും, പക്ഷെ അത് ശരിയാണെന്ന് നിർബന്ധമില്ല. എങ്ങനെയാണോ മുതുമുത്തച്ഛനെ പറ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പ്യൂർ ആയിരിക്കണം. ഇത്രയും പരിശുദ്ധമുള്ള വ്യക്തിക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്താണ്? പ്രാക്ടിക്കൽ ആയിട്ടുള്ള വഴി നമുക്ക് ഭഗവാനെ മനസ്സിലാക്കിയ വ്യക്തികൾ, അല്ലെങ്കിൽ ഒരു ശിഷ്യ പരമ്പരയിൽ നിന്ന് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കിയ വ്യക്തിയിൽ നിന്ന് കേൾക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടും ഭഗവാന്റെ ഉപദേശങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്കറിയാം, 4-ാം അധ്യായത്തിലെ 2-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഏവം പരമ്പരാപ്രാപ്തം എന്നും രാജർഷിയോ വിധു. അപ്പൊ ഈ ഒരു ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് ഒരു പരമ്പര വഴി സ്വീകരിക്കുമെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഭഗവാനെക്കാട്ടും വലിയൊരു അതോറിറ്റി വേറെ ആരുമില്ല ഭഗവത്ഗീത നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി. ഭഗവാൻ തന്നെ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വഴി സ്വീകരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ഗ്രന്ഥത്തിന്റെ എനിക്ക് 44-ാമത്തെ പേജിലായിരിക്കും ഒരു ഗുരുശിഷ്യ പരമ്പര ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് നിങ്ങൾ എടുത്താൽ കാണാൻ സാധിക്കും. നമ്മൾ ഭഗവത്ഗീത അതായത് ഗ്രന്ഥത്തില് ശിഷ്യ പരമ്പര എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലേ? നോക്കുകയാണെന്നുണ്ടെങ്കിൽ 44 തോന്നുന്നു, അതിലും 44 അല്ലേ? അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയുടെ 4-ാം അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ അരുൾ ചെയ്യുന്നു, ഏവം പരമ്പരാപ്രാപ്തം ഇമ്മം രാജർഷിയോ വിധു. ഈ പരമശാസ്ത്രം ശിഷ്യ പരമ്പരയുടെ ലഭ്യമായതും രാജർഷിമാർ അങ്ങനെ മനസ്സിലാക്കിയതുമാണ്. പരമദിവ്യ പുരുഷനായ ഭഗവാൻ കൃഷ്ണനാണ് ഈ ആത്മീയ ഗുരുക്കന്മാരുടെ ശൃംഖലയുടെ ആദി ഗുരു. ആ ശൃംഖല ഇന്നേ വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അറ്റുപോകാത്ത കമ്പി വൈദ്യുതി എത്തിക്കുന്നത് പോലെ മാനവരാശിയുടെ നേട്ടത്തിനായി ഈ അറ്റുപോകാത്ത ശിഷ്യ പരമ്പര ഭഗവത്ഗീതയിലെ ആത്മീയ വിജ്ഞാനം എത്തിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെ? എങ്ങനെയാണോ ഒരു എക്സാമ്പിൾ ഇവിടെ പറയണം, അല്ലെ? ഒരു വൈദ്യുതി കമ്പി
അറ്റുപോകാത്ത ഒരു കമ്പിയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ എവിടെ പിടിച്ചാൽ അവിടെ ഷോക്ക് കിട്ടും അല്ലെ? നമുക്ക് അവിടെ നിന്ന് എവിടെ നിന്നാണോ പവർ വരുന്നത് അവിടെ അത്രയും ദൂരത്ത് നിന്ന് വരുന്ന പവർ നമുക്ക് ഷോക്ക് ഏൽക്കുന്ന പോലെ തന്നെ ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് യഥാർത്ഥമായിട്ട് ജ്ഞാനം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഗുരുശിഷ്യ പരമ്പര. അത് ബ്രഹ്മ മാധ്വ ഗൗഡീയ സമ്പ്രദായം എന്നാണ് നമ്മൾ ഇസ്കോണിനെ പറയുന്നത്. ഇപ്പൊ ബ്രഹ്മ മാധ്വ മധ്വാചാര്യ അതിൽ വരുന്നത് ഗൗഡീയ വൈഷ്ണവർ വരുന്ന ആ സമ്പ്രദായത്തിനാണ്, ചൈതന്യമാപ്പ് വരുന്ന സമ്പ്രദായത്തിന് ബ്രഹ്മ മാധ്വ ഗൗഡീയ സമ്പ്രദായം. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും കൃഷ്ണൻ ഈ ജ്ഞാനം മുമ്പ് തന്നെ ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ ഇങ്ങനെ ഈ പരമ്പര വഴി സ്വീകരിച്ച് അതിൽ വരുന്ന 32ാമത്തെ ആചാര്യനാണ് AC ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ്. അദ്ദേഹമാണ് ഈ ഗ്രന്ഥം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണോ ഭഗവാൻ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് തന്ന ഈ ജ്ഞാനം അത് അതേപടി നമുക്ക് ഇപ്പൊ ഒന്ന് ലഭിക്കുകയാണ്. അപ്പൊ അത് വലിയൊരു കാരുണ്യമാണ്. കാരണം നമുക്ക് ഭഗവാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇപ്പോഴും അതേ രീതിയിൽ ജപിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഇങ്ങനെ ഒരു ഭഗവത്ഗീത ക്ലാസ്സിൽ ഇങ്ങനെ സംഘാടകർ നമുക്ക് അവസരം തന്നതും നമുക്ക് അതുവഴി ഇത് കേൾക്കാൻ സാധിച്ചതും ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് ഈ ഒരു ഗ്രന്ഥം കിട്ടിയതും പ്രഭുപാദറിന്റെ ഭക്തന്മാരുടെ കാര്യം കൊണ്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പരമ്പരയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടും എന്താണ് ഈ ഒരു ജ്ഞാനം എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട്. അത് അല്ലെ നമ്മൾ അത്യന്താപേക്ഷിതമാണ്. അല്ലെ നമ്മളൊരു ചെറിയൊരു എന്താ പറയുക ഒരു മൃദംഗം പഠിക്കണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തൊരു ഭൗതികമായിട്ടുള്ള വിദ്യ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആത്മീയ വിദ്യ എന്ന് പറഞ്ഞ ഒരു കടല് പോലെയാണ്. അത്രയും ശാസ്ത്രങ്ങളുണ്ട്, അത്രയും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അതിനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരു ആത്മീയ ഗുരുവിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു ആത്മീയ ഗുരു എന്ന് പറയുന്നത് എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരു എന്ന് കേട്ടുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ തിരിച്ച് ആ ഗുരുവിന്റെ ആത്മീയ ഗുരു വേറൊരു ഗുരുവിൽ നിന്ന് കേട്ട വ്യക്തിയായിരിക്കണം. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ആ ഗുരു കൃഷ്ണനായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പരമ്പരയിൽ നിന്ന് കേട്ടാൽ മാത്രമാണ് നമുക്ക് ഈ ഭഗവത്ഗീത നമുക്ക് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിലും പറയുന്നത് ഇവിടെ അർജുനൻ ചിന്തിക്കുന്നത് എന്താണ്? ഇപ്പൊ ഇവിടെ വർണ്ണാശ്രമ ധർമ്മത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലെ നേരത്തെ. ഇപ്പൊ കുടുംബ പാരമ്പര്യം നമ്മൾ നഷ്ടപ്പെട്ടു പോവാണെങ്കിൽ അവർക്ക് പിന്നെ ഒരു കുലധർമ്മം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ പല പല കാരണങ്ങൾ ഇവിടെ അർജുനൻ പറയും. അപ്പൊ അതൊക്കെ പറഞ്ഞ ശേഷം ഞാൻ അതിന്റെ ഉത്തരം പറയുന്നില്ല, കാരണം അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യത്തിനെ പറ്റിയാണ്. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? ഏത് വിജ്ഞാന ശാഖയിൽ ആയാലും ശരി അതിൽ നൈപുണ്യം ആർജിച്ച ഒരാളുടെ സഹായമില്ലാതെ ആർക്കും അതിന്റെ അന്തഃസത്ത ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് വളരെ വ്യക്തമാണ്. നമ്മൾ എന്തൊരു കാര്യം നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിലും അതിലൊരു സ്കോളർ അല്ലെങ്കിൽ അതിലൊരു നൈപുണ്യം നേടിയ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ വൈദിക ജ്ഞാനങ്ങളും അതുപോലെ നൈപുണ്യം നേടിയ വ്യക്തികളിൽ നിന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ അന്തഃസത്ത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണ്? അപ്പൊ നമ്മൾ ഭഗവത്ഗീതയുടെ ഉദ്ദേശം എന്താണെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന എന്താണ്? നമ്മൾ ഭഗവാന്റെ ഉപദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായില്ലേ. അതിന്റെ എസൻസ് എന്ന് പറയുന്നത് അന്തഃസത്ത എന്ന് പറഞ്ഞാൽ 18ാം അധ്യായത്തിലെ 60ാമത്തെ ശ്ലോകമാണ്. സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാമി. അല്ലെ? അപ്പൊ എല്ലാ ധർമ്മങ്ങളും മാറ്റിവെച്ച് എന്നീ ശരണം പ്രാപിക്കൂ, അപ്പൊ ഞാൻ എല്ലാ പാവങ്ങളിൽ നിന്ന് മോക്ഷം നൽകാം എന്ന് ഭഗവാൻ നമ്മുടെ ഭാര്യയോ നമ്മളെ കുട്ടികളോ അല്ലെങ്കിൽ അച്ഛന്മാരാരും ഗ്യാരണ്ടി വരും നിങ്ങളെ പാവങ്ങൾ ഞാൻ എടുക്കാം, നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുന്നതായിരിക്കും പറയും. ആരും അത് തരില്ല അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഭഗവാൻ നമുക്ക് ഒരു ഗ്യാരണ്ടി തരികയാണ്. ഏതൊരു വ്യക്തിയാണ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് ആ വ്യക്തിക്ക് എത്ര വലിയ പാവങ്ങൾ ചെയ്ത വ്യക്തിയായാലും ശരി, അദ്ദേഹം ഏത് നിമിഷം മുതൽ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ആ സമയം മുതൽ ഭഗവാൻ അദ്ദേഹത്തിന് എല്ലാ ഇതിൽ നിന്നും മോക്ഷം തരും എന്ന് പറയും അല്ലെ? ഇവ നമുക്ക് അറിയാൻ സാധിക്കും. രാമായണത്തിനും യുദ്ധത്തിന് തൊട്ട് മുമ്പായിട്ട് ശ്രീരാമചന്ദ്രമൂർത്തി ഭഗവാൻ രാവണനടുത്ത് പറയുന്നുണ്ട് അല്ലെ, ഇപ്പോഴും നിനക്ക് സമയമുണ്ട്, നീ എന്റെ അടുത്ത് ശരണം പ്രാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീതയെ വിട്ടുതരാണെന്ന് ഞാൻ നിന്നെ ക്ഷമിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും നമുക്കൊരു ഈ ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്, ഭഗവാനെ ശരണം പ്രാപിക്കാൻ അല്ലെ? നമ്മൾ ശരിക്കും നമ്മുടെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഭഗവാന്റെ കൂടെ ആത്മീയ ലോകത്തുള്ള ആത്മാക്കളായിരുന്നു. പക്ഷെ ഭഗവാനെ മറന്ന് ഈ ലോകത്തിൽ വന്നിരിക്കുകയാണ്. എന്തായിരുന്നു കാരണം? നമ്മളവിടെ ചിന്തിച്ച് എന്തുകൊണ്ടാണ് ഈ ഭഗവാനെ സേവനം ചെയ്യേണ്ടത്, എന്തിനാണ് ഭഗവാനെ നമ്മൾ പ്രീതിപ്പെടുത്തണം, എന്തിനാണ് ഭഗവാനെ നമ്മൾ പ്രകീർത്തിക്കേണ്ടത്, എന്തുകൊണ്ട് എനിക്ക് എല്ലാവരും എന്നെ സ്വയം പുകഴ്ത്താൻ പാടില്ല, എന്തുകൊണ്ട് എനിക്ക് സന്തോഷം ഭഗവാനിൽ നിന്ന് മാറി നിന്ന് എന്തുകൊണ്ട് സന്തോഷിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തോട് വന്നിരിക്കുന്നത്. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഒരു റിഫർമേഷൻ പ്ലേസ് ആണ്. ഇത് നോക്കണം, നമ്മൾ പരിവർത്തനം ചെയ്യാനുള്ള അവസരമാണ്. ഈ ലോകത്തിൽ വന്ന ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്ക് എങ്ങനെ തിരിച്ച് ഭഗവാന്റെ അടുത്തുള്ള ആ ഭക്തി നമ്മൾ തിരിച്ചെടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെ സേവനം ചെയ്യാൻ പറ്റുക. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ മരണസമയത്ത് നമ്മൾ എന്തിനെ പറ്റി ചിന്തിക്കുന്നത് അനുസരിച്ചാണ് നമുക്ക് അടുത്തൊരു ജന്മം നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ മരണസമയത്ത് നമുക്ക് ഭഗവാനെ പറ്റി ഓർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിത സമയത്തിൽ നമ്മൾ ആ സമയത്തിനെ ഭഗവാനെ പറ്റി ഓർത്താൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് മരണസമയത്ത് ഭഗവാൻ ഓർക്കാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യാം? നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഭഗവാൻ ഓർക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ചാൽ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക അല്ലെ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കലിയുഗത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഒരു നല്ല ഗുണമുണ്ട്.
അതാണ് അല്ല അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ പരീക്ഷിത് മഹാരാജാവ് നമ്മൾ ഭാഗവതം കേട്ട ശേഷം 12ാം സ്കന്ധത്തിൽ 3ാം അധ്യായത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ് സുഖദേവ് ഗോസ്വാമിയുടെ ചോദിക്കുകയാണ് കലിയുഗത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടല്ലോ പിന്നെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും ചോദിച്ചപ്പോൾ സുഖദേവ് ഗോസ്വാമി ഒരു ശ്ലോകം പറയുന്നു കലേർ ദോഷ ഗിതേരാജൻ ഹസ്തിയേകത് മഹത് ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഘ പരം വ്രജേത് പറയാണ് കലേർ ദോഷ നിതേരാജൻ കലിയുഗത്തിൽ നമുക്ക് എല്ലാ എന്താ കാണാൻ സാധിക്കും കലേർ ദോഷ നിതേരാജൻ ഹസ്തേകത് മഹത് ഗുണൻ കലിയുഗത്തിൽ ഒരുപാട് ദോഷങ്ങൾ കാണാൻ സാധിക്കും അല്ലെ നല്ല ഗുണങ്ങളും കാണാൻ സാധിക്കും ഇല്ല ഒരു പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക എന്താണല്ലേ കൊല ചെയ്യുന്നതും അല്ലെ തെറ്റായ രീതിയിലുള്ള എല്ലാ പാപങ്ങളാണ് നടക്കുന്നത് അല്ലെ സോഷ്യൽ മീഡിയ ഓൺ ചെയ്താലും ന്യൂസും എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പൊ അങ്ങനത്തെ ഈ ദോഷമുള്ള കലിയുഗത്തിൽ ഒരു 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 ഗുണം ഉണ്ടെന്നാണ് പറയുന്നത് ഹസ്തേകത് മഹത് ഗുണം കീർത്തനാദേവ കൃഷ്ണസ്യ ഭഗവാൻ കൃഷ്ണന്റെ കീർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുക്തസംഘ പരംപ്രജൻ ഈ കലിയുഗമാകുന്ന ഈ ഘോര സാഗരത്തിൽ നിന്ന് നമുക്ക് മോക്ഷം നേടാൻ സാധിക്കുന്നതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ് ഭഗവാന്റെ നാമം ജപിക്കേണ്ടത്. അപ്പൊ അങ്ങനെ നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് നിരന്തരം ഭഗവാൻ ഓർക്കാൻ സാധിക്കും. കാരണം ഭഗവാനും ഭഗവാന്റെ നാമം തമ്മിൽ വ്യത്യാസമില്ല. ഭഗവാൻ അബ്സല്യൂട്ട് ആയതുകൊണ്ട് പൂർണ്ണമായതുകൊണ്ട് ഭഗവാന്റെ ഇപ്പൊ ഭഗവത്ഗീതയും ഭഗവാൻ തമ്മിൽ വ്യത്യാസമില്ല. ശരിക്കും നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ ശക്തിയിൽ നമ്മൾ യാതൊരു വ്യത്യാസമില്ല. അങ്ങനെ ഭഗവാന്റെ ഈ നാമങ്ങൾ ജപിക്കുന്ന ഒരു വ്യക്തിക്ക് നിരന്തരം ഭഗവാന്റെ അടുത്തുള്ള ആ ഒരു ഇഷ്ടം വരും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ക്ലാസ് നടന്നു പോവാണ്. നടന്നു പോകുമ്പോൾ നമുക്ക് ജപിക്കാം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ ജപിക്കാം. നമ്മൾ വീട്ടിൽ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്തും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ വളരെ എളുപ്പമാണ്. അതിന് യാതൊരു ചെലവോ കാര്യമോ ഒന്നുമില്ല. ഏതൊരു വ്യക്തിക്കും ചെയ്യാം. ഒരു ചെറിയൊരു കുട്ടിയായാലും ശരി അല്ലെങ്കിൽ മുതിർന്നൊരു വ്യക്തിയായാലും ശരി ആർക്കുണ്ടെങ്കിലും ചെയ്യാൻ സാധിക്കും. അതാണ് ഈ കലിയുഗത്തിന്റെ ഏറ്റവും വലിയ യുഗധർമ്മമായിട്ട് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഭഗവാനെ ഓർക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് നിരന്തരം ഭഗവാന്റെ നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തെങ്കിലും അപകടം വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഭഗവാന്റെ ആ നാമത്തിനെ ഓർക്കാൻ സാധിക്കുക. നമ്മൾ എന്തിനോടാണോ ആസക്തി ഉള്ളത് അതിനെപ്പറ്റിയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. നമുക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ നമ്മൾ അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ഭഗവാനെ പറ്റി ഓർക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ആണ് ശാസ്ത്രങ്ങൾ അത്രയും പറയുന്നത്. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നാമജപത്തിന്റെ മഹാത്മ്യമാണ് കലിയുഗത്തിൽ പറയുന്നത് അല്ലെ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഇതി ഷോഡശനാം കലി കൽമശ നാശനം മത്ത പരതരോ സർവ്വേദേഷു ദൃശ്യത. അപ്പൊ കലിയുടെ കൽമഷങ്ങൾ നീക്കാനുള്ള ഒരേ ഒരു വഴി ഭഗവാന്റെ തിരുനാമ ജപമാണ്. വേറൊരു വഴിയില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ ഹരിർനാമ ഇവ കേവലം കലോ നാസ്തേവ ഗതിരന്യത ഇത് പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഉപനിഷത്തുകളൊക്കെ ഇത് പറയുന്നത് എന്താണെങ്കില് ഹരിയുടെ നാമം മാത്രമാണ് ഒരേ ഒരു ആശ്രയം. വേറൊരു വഴിയില്ല എന്നാൽ നാസ്തേവ 3 തവണയാണ് പറഞ്ഞത്. ഗതിരന്യത വേറൊരു വഴിയില്ല. കാരണം അതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ശാസ്ത്രങ്ങൾ 3 തവണ പറയുകയാണെങ്കിൽ അത് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം, വിശ്വാസത്തോടെ കേൾക്കുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ കർമ്മം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ യോഗം കൊണ്ടോ അല്ലെ കടയോഗം കൊണ്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നാസ്തേവ 3 തവണയായിട്ട് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വഴിയുടെ മാത്രമാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാനുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ശ്ലോകത്തെ നമ്മൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതിലും പറയുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക? ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ശ്ലോകം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എന്തൊരു കാര്യം നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഗുരുശിഷ്യ പരമ്പരയുടെ ആവശ്യകത ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുക. ആ ഒരു കാര്യമാണ് ഇത് ഇവിടെ പറയുന്നത്. അപ്പം ഒരു ഗുരുശിഷ്യ പരമ്പര ഇല്ലാതെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. യഥാർത്ഥ ജ്ഞാനത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. നമ്മള് ഹരികൃഷ്ണജി നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് അധ്യായം 1-ലെ 43-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് ചിലത് ശരിയായി തോന്നും, ചിലത് തെറ്റായി തോന്നും, ചിലത് പാപമായിട്ട് തോന്നും, ചിലത് പുണ്യമായിട്ട് തോന്നും. അപ്പൊ ഞാൻ പുണ്യമേ ചെയ്യുള്ളൂ പാപമേ ചെയ്യുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മളിപ്പോ നിൽക്കുന്ന ഈ ലോകത്തിൽ തന്നെ ആരും പുണ്യമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്തിരിക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ പല രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പക്ഷെ അതിനൊക്കെ ഒരേ ഒരു ഒറ്റ മൂല്യം എന്ന് പറയുന്നതാണ് നമ്മൾ ഭഗവാന്റെ വാക്യങ്ങൾ നമ്മൾ അനുസരിക്കാനുള്ള കാര്യമാണ്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തതിന് തുല്യമായിട്ട് മാറും. അപ്പം അതിന് ഏറ്റവും എളുപ്പ വഴി എന്താണ്? നമുക്ക് ഭഗവാന്റെ വാക്യങ്ങൾ മനസ്സിലാക്കണമെന്ന് എന്ത് ചെയ്യണം? ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഭഗവത്ഗീത വായിക്കണം എന്നുള്ള കാര്യമാണ്. നിരന്തരം നമ്മൾ ഡെയിലി നമ്മളൊരു 10 മിനിറ്റോ 15 മിനിറ്റോ എടുത്ത് ഭഗവത്ഗീത നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ശ്ലോകം വായിക്കുക, അതിന് നമുക്ക് വിവർത്തനമുണ്ട്. ഈ ഭാവാർത്ഥം എന്ന് പറയുന്നത് വളരെ പ്രാവർത്തികമായിട്ട് എങ്ങനെ ഇതിനെ ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ചെയ്യണം. നമ്മൾ വായിച്ച ശേഷം എന്താ ചെയ്യുക? നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, എനിക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രാവർത്തിക്കാൻ സാധിക്കും, അതിനെ കൂടി നമ്മൾ ചിന്തിക്കാം. നമ്മൾ വായിക്കുന്നത് കൊണ്ട് നല്ലതാണ്, പക്ഷെ അത് വായിച്ച ശേഷം നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് മനനം ചെയ്ത് കണ്ടംപ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അതിനെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രാവർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന്
മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കാര്യം അല്ലെ. നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ അതിന് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യും. നമ്മൾ മനസ്സിലാക്കിയ നാമം ജപിക്കുന്നത് ഉത്തമമാണ്. അപ്പൊ നമ്മൾ ഡെയിലി എന്ത് ചെയ്യാം, മുടങ്ങാതെ ഒരു മാലയെങ്കിലും തിരുനാമങ്ങൾ ജപിക്കാം, ഹരേ കൃഷ്ണ മാത്രം ജപിക്കാം. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഈ ജ്ഞാനം കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗുരുപരമ്പരയിൽ നിന്ന് കേൾക്കണം എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഗുരുശിഷ്യ പരമ്പരയിൽ നിന്നുള്ള ആധികാരികമായിട്ടുള്ള ജ്ഞാനത്തിന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി വായിച്ച് മനസ്സിലാക്കുക, അങ്ങനത്തെ ലെക്ചേഴ്സ് നമ്മൾ കേൾക്കുക. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ട് ആത്മീയ ജ്ഞാനത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും പുറത്തോട്ട് വരാൻ സാധിക്കുന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. ഇനിയും ഒന്ന് രണ്ട് ശ്ലോകങ്ങളിൽ അർജുനൻ കൺക്ലൂഡ് ചെയ്യാം. കാരണം അദ്ദേഹം പറഞ്ഞ പല പല കാരണങ്ങൾ സാധൂകരിക്കുകയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറയാൻ പോകുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ, അതിന്റെ അപ്പുറത്തെ ശ്ലോകങ്ങളിലൊക്കെ. അതിനുശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ അതിനുള്ള ഉത്തരങ്ങൾ, ഓരോ കാരണങ്ങൾക്കും വളരെ വ്യക്തമായിട്ടും ലോജിക്കലായിട്ടും അദ്ദേഹം ഉത്തരങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് 2-ാം അധ്യായത്തിൽ. അതുകൊണ്ടാണ് അതിനെ ഗീതാ വിഷയ സംഗ്രഹം എന്ന് പറയുന്നത്. ആ 2-ാം അധ്യായം എന്ന് പറഞ്ഞാൽ കണ്ടൻസ് ഓഫ് ഗീത സമ്മറൈസ്ഡ് ആണ്. എല്ലാ ഗീതയിൽ കാര്യങ്ങളും അതിൽ പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് കേൾക്കുമ്പോഴും അതൊരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് കേൾക്കുന്ന കാര്യം നമ്മളൊന്ന് വെരിഫൈ ചെയ്യും. നമ്മൾ പല പല നമുക്ക് ഇന്റർനെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്ത് കാര്യം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് അതിന്റെ ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ആ ഒരു വ്യക്തി പറയുന്ന ഒരു വ്യക്തി ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്നാണോ പറയുന്നത്, ആ വ്യക്തി ഭഗവാൻ കൃഷ്ണമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിൽ നിന്നാണോ കണക്റ്റഡ് ആയിട്ടുള്ളത് കാര്യം നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെ കേൾക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് നമുക്ക് ഭഗവത്ഗീതയെ മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അപ്പം ഇപ്പൊ എനിക്ക് ഭഗവത്ഗീതയെ പറ്റി എനിക്ക് പല രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കാം, വേറൊരു വ്യക്തിക്ക് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാം. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് സൊസൈറ്റിയിൽ ഒരു കൺഫ്യൂഷനാണ് വരുന്നത്. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഭഗവത്ഗീത യഥാരം എന്ന ഗ്രന്ഥമുണ്ട്. നമ്മൾ എന്താ ചെയ്യാം, അതിനെ വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് പ്രകാരമാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺഫ്യൂഷൻ വരുന്നില്ല. കാരണം എന്താണ്, ഇതൊരു ആധികാരികമായിട്ടുള്ള പ്രാമാണികമായിട്ടുള്ള ഒരു ശിഷ്യ പരമ്പരയിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് തസ്മാത് ഗുരു പ്രബദ്ധ്യന്തേ ജിജ്ഞാസ ശ്രേയ ഉത്തമം. അപ്പം ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ടും ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലും പറയുന്നത് 4-ാം അധ്യായത്തിൽ നമുക്ക് ഒരു ശ്ലോകത്തിൽ പറയുന്നത്, നമുക്ക് 34-ാമത്തെ ശ്ലോകത്തിൽ ഏവം പരമ്പര ഇത് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. അപ്പം നമ്മൾ ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യാൻ, അദ്ദേഹത്തിന് സേവനം ചെയ്ത് സബ്മിസീവായിട്ട് കേട്ട് മനസ്സിലാക്കണം എന്നാണ് അതിനും പറയുന്നത് 4-ാം അധ്യായത്തിലെ 34-ാമത്തെ ഒരു ശ്ലോകത്തിൽ. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ തന്നെ അവിടെ പറയാണ്, ഒരു ഗുരുവെ സ്വീകരിച്ച് അദ്ദേഹത്തിന് കേട്ട് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാനുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടും ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാൻ സാധിക്കും എന്നാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ, നമുക്ക് പല പല ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവായിരിക്കും. നമുക്ക് ഭൗതികമായിട്ടുള്ള പല ലക്ഷ്യങ്ങൾ ഉണ്ടാവായിരിക്കും. പക്ഷെ നമ്മൾ യഥാർത്ഥമായിട്ടുള്ള എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ഭഗവാന്റെ അടുത്തുള്ള ഭക്തിയെ നമ്മൾ വളർത്തിയെടുക്കാനുള്ള കാര്യം. നമ്മൾ ഭഗവാന്റെ അടുത്തുള്ള ഭക്തി നമ്മൾ മറന്നിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാന്റെ അടുത്തുള്ള ഭക്തി ഉണ്ട്, പക്ഷെ അത് നമ്മൾ മറന്നിരിക്കുകയാണ്. അപ്പൊ അതിനെ റീഅവേക്കൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഭഗവാന്റെ തിരുനാമം ജപിക്കാനുള്ളത്. നിരന്തരം ഭഗവാന്റെ തിരുനാമം ജപിക്കുക നമ്മൾ കേൾക്കുമ്പോൾ ഭഗവാന്റെ അടുത്തുള്ള കാരണം സ്നേഹം വളർത്തിയെടുക്കാൻ സാധിക്കും. കാരണം ഭഗവാന്റെ കാരുണ്യം അല്ലെങ്കിൽ ഭഗവാന്റെ അനുകമ്പ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം ഭഗവാൻ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ ഉത്സുകനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ചിലപ്പോൾ തിരിച്ച് ഭഗവത്ധാമത്തിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാകും. നമുക്ക് ചിലപ്പോൾ ഈ ലോകത്തിൽ തന്നെ ഇരിക്കണം എന്നായിരിക്കും നമ്മുടെ ആഗ്രഹം. പക്ഷെ നമുക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല. നമ്മുടെ ശരീരം അല്ലെ, നമ്മളൊരു വണ്ടി വാങ്ങി അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, വണ്ടി നമ്മൾ അല്ലെ കച്ചറയോട്ട് കൊണ്ടിടും. അതുപോലെ തന്നെ നമ്മൾ ശരീരം കഴിയുമ്പോൾ ശരീരം വിട്ട് പോകണം. അപ്പൊ വീണ്ടും അടുത്ത ശരീരം നമുക്ക് എടുക്കും, വീണ്ടും നമ്മൾ ജനിക്കണം. അപ്പൊ അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജന്മ മൃത്യു ജരാവ്യാധികൾ 4 കാര്യങ്ങൾ നമുക്ക് അറിയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഏതൊരു വ്യക്തിയാണോ ഭഗവാന്റെ നാമത്തിലൂടെ ഭഗവാൻ ആശ്രയിക്കുന്നത്, ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു ജന്മത്തിന് ആവശ്യമില്ല. തിരിച്ച് ഭഗവാൻ നാമത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. നമുക്ക് ഈ വിഷമങ്ങളോ കഷ്ടങ്ങളോ ദുഃഖങ്ങളോ ഒന്നുമില്ല. അവിടെ എല്ലാവരും ആനന്ദപരമായിട്ട് ഭഗവാനെ സേവനം ചെയ്തുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് സാരണത്തോടെ ഭഗവാനെ സേവനം ചെയ്യുകയും സന്തോഷമായിട്ട് ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് കൊലകളോ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ അതായിരുന്നു ഒരു വ്യക്തിയുടെ യഥാർത്ഥമായിട്ട് ലക്ഷ്യം എന്നാണ് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ആ ലക്ഷ്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് നമ്മൾ എപ്പോഴും മുൻതൂക്കം കൊടുക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല പല ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ കൊടുക്കാം. അല്ലെ, നമ്മളിപ്പോ ശരീരത്തിന് നമ്മൾ സമയം കൊടുക്കുന്ന പോലെ തന്നെ ആത്മാവിന് നമ്മൾ സമയം കൊടുക്കണം. അല്ലെ, നമ്മൾ ശരീരത്തിന് മാത്രം സമയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, നമ്മൾ നല്ല കുളിക്കും, നമ്മൾ നല്ല മേക്കപ്പ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഉള്ളിലുള്ള ആത്മാവിന് നമ്മൾ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്താ ചെയ്യാം, നമുക്ക് എപ്പോഴും ഒരു ദുഃഖം മനസ്സിലുണ്ടാവും, ഒരു ഫ്രസ്ട്രേഷനും എന്തോ നമുക്ക് മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതേസമയം നമ്മൾ നോക്കുക, നമ്മൾ ഡെയിലി രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും ഭഗവത്ഗീത ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരു സന്തോഷം കിട്ടുന്ന പോലെ നമുക്ക് തോന്നാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അമ്പലങ്ങളിലൊക്കെ പോയിരുന്ന് ഒരു തീർത്ഥാടനം ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് വേറെ രീതിയിൽ നമുക്ക് ആ സന്തോഷം നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക,
ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പൊ ഡെയിലി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്ത് ചെയ്യാം? ഡെയിലി ഭഗവാന്റെ ഹരേ കൃഷ്ണ മന്ത്രം നമ്മൾ ഡെയിലി ജപിക്കുക, ഭഗവത്ഗീത കുറച്ചു നേരമെങ്കിലും വായിക്കുക, മനസ്സിലാക്കുക, നമുക്ക് കുറച്ച് പേർക്ക് ഡിസ്കസ് ചെയ്യാം, എന്ത് കാര്യങ്ങൾ ചെയ്യാം, സത്സംഗത്തിൽ വന്ന് പങ്കെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാലക്രമേണ നമുക്ക് നമുക്ക് ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഏതൊരു വ്യക്തിയാണ് അങ്ങനെ നിരന്തരം 6 മാസം കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത്, ആ വ്യക്തിക്ക് തന്നെ അദ്ദേഹത്തിന്റെ അകത്ത് തോന്നും വലിയൊരു ഭാരം കുറഞ്ഞു തോന്നും. നമ്മുടെ അകത്തുള്ള കാമവും ക്രോധവും ലോകവും ഇതൊക്കെ നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യും. ഇല്ലേ, ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ എനിക്ക് ഒരു വ്യക്തി ഞാനൊരു സ്വീറ്റ് പറയുമ്പോൾ രസ്മലായി എന്ന് പറഞ്ഞ സ്വീറ്റ് ഉണ്ട്, ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആണ്. അപ്പൊ എനിക്ക് അറിയില്ല എത്ര പേര് അത് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറയണം, രസ്മലായി എന്ന് പറയുന്നത് ഒരു വെള്ള കളർ സ്വീറ്റ് ആണ്. അതിന് മുകളിൽ ഒരുപാട് നട്ട്സ് ഉണ്ടാവും. പിന്നെ അതിൽ നമുക്ക് ഒരു പാലില് ആണ് അത് സ്വീറ്റ് ഡിപ്പ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. ഇതൊക്കെ ഞാൻ എത്ര പറഞ്ഞാലും നമുക്ക് ആ രസ്മലായി എന്ന സ്വീറ്റ് കഴിച്ചാലേ അതിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാൻ എത്രത്തോളം അതിനെപ്പറ്റി പറഞ്ഞാലും നമുക്ക് കഴിച്ചാലേ അതിന്റെ മധുരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഭക്തി എന്ന് പറയുന്നത് അതെന്താ വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന്റെ മധുരം നമുക്ക് അറിയാൻ സാധിക്കും. ഓരോ വ്യക്തികളും അത് നിരന്തരം ആത്മാർത്ഥമായിട്ടും പങ്കെടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതിന്റെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അതാണ് അതിന് ഏറ്റവും എളുപ്പ വഴി. നമ്മൾ നിരന്തരം നമ്മൾ തിരുനാമങ്ങൾ ജപിക്കുക എന്നുള്ളതാണ് നമുക്ക് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ തിരുനാമങ്ങൾ മുടങ്ങാതെ എല്ലാവരും ജപിക്കാൻ ശ്രമിക്കുക. ഡെയിലി ഒരു 108 തവണയെങ്കിലും ജപിക്കുക. എല്ലാവരെയും ജപമാല ഉണ്ടാവും എനിക്ക് തോന്നുന്നു. പ്രഭു എല്ലാവരും തന്നിട്ടുണ്ടാവും. ഭഗവത്ഗീത എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും. ആരെങ്കിലും ഈ ഭഗവത്ഗീത ഇല്ലാത്ത ആൾക്കാരെങ്കിലും ഉണ്ടോ? ഒന്ന ആൾക്കാരെ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ അല്ലെ ഭഗവത്ഗീത. അപ്പൊ ഡെയിലി അത് വായിക്കും, കുറച്ച് നേരമെങ്കിലും വായിക്കാം. ഇത് ഭഗവാൻ നമുക്ക് തന്ന കാരുണ്യമാണ് ആക്ച്വലി നോക്കിയത്. അപ്പോൾ ഭഗവാൻ നമുക്ക് ആക്ച്വലി ഈ ഭഗവത്ഗീത വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഭഗവാൻ എത്രത്തോളം കാരുണ്യവാനാണെന്നും ഭഗവാൻ എത്രത്തോളം നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ കാരുണ്യമാണ് ഭഗവാന്റെ നാമജപവും ഭഗവത്ഗീതയും ഭഗവാന്റെ ഭക്തന്മാരൊക്കെ നമ്മളെ വന്ന് പ്രോഗ്രാമിന് വരുന്നതും ക്ഷണിക്കുന്നതൊക്കെ ഭഗവാന്റെ കാരുണ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ തിരക്കാണെന്ന് നമ്മൾ പറയില്ല, പിന്നെ വരാം, അല്ല നമ്മൾ താല്പര്യമില്ല എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ നമ്മുടെ യഥാർത്ഥ താല്പര്യം ഇതിൽ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം കിട്ടാം. അല്ല നമ്മൾ എത്രത്തോളം നമ്മൾ ഭൗതികമായിട്ട് പല പല കാര്യങ്ങൾ നേടിയാലും ഒരിക്കലും അതിന് സന്തോഷം കിട്ടില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇസ്കോൺ പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് 1965 66 നമ്മുടെ ഹിപ്പികൾ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു അല്ലെ, നമ്മൾ ഹിപ്പീസ് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ അവര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഭൗതികമായിട്ടുള്ള എല്ലാ സന്തോഷവും അവർക്കുണ്ട്. എല്ലാം ഏറ്റവും വലിയ ധനികരുടെ കുട്ടികളാണ് അവർ. അങ്ങനെ ഉണ്ടായിട്ട് കൂടി അവരെന്ത് ചെയ്തു? അവർ അതൊക്കെ വിട്ടിട്ട് റോഡ് സൈഡിൽ അവർ എന്ത് ചെയ്യാൻ, അവിടുത്തെ ഡ്രഗ്സ് ഒക്കെ കഴിച്ച് അവര് കിടന്നുറങ്ങുകയും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവരങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഭൗതികമായിട്ടുള്ള ഒരിക്കലും സന്തോഷം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള അഡ്വാൻസ്മെന്റ് കൊണ്ടല്ല ഉണ്ടാക്കുന്നത്. ആത്മീയമായിട്ട് നമ്മൾ എത്രത്തോളം ഭഗവാന്റെ അടുക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നമുക്ക് അടക്കാൻ സാധിക്കും. അപ്പൊ അവർ ഇത്രയും ഭൗതികമായിട്ടുള്ള അന്നത്തെ അമേരിക്കയുടെ ഐശ്വര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യയുടെ ഐശ്വര്യം ഒന്നുണ്ട്. അത്രയും മെറ്റീരിയൽ അഡ്വാൻസ്ഡ് ആണ് അമേരിക്ക. എന്നിട്ട് കൂടി അത്രയും ധനികരായ കുടുംബത്തിലുള്ള കുട്ടികൾ റോഡിൽ വന്ന് കിടന്നുറങ്ങുക, മദ്യം കഴിക്കുക, ലഹരി കഴിക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് ശ്രീല പ്രഭുപാദൻ അവിടെ എത്തി. അദ്ദേഹം ജസ്റ്റ് ഇന്നത്തെ വ്യക്തികളെടുത്ത് അവരെ പ്രചരണം ചെയ്യാൻ അദ്ദേഹം ജസ്റ്റ് കീർത്തനങ്ങൾ ചെയ്തു വന്നപ്പോൾ തന്നെ കുറച്ച് 1-2 പേര് വന്നു. അപ്പൊ തന്നെ അവർ കീർത്തനം കേട്ടപ്പോൾ തന്നെ അവരുടെ ഉള്ളിലൊരു സന്തോഷം തോന്നും. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗവാൻ കൃഷ്ണന്റെ അടുത്തുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. അപ്പൊ അത് മറന്നിരിക്കുകയാണ് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ അവരങ്ങനെ 1-2 പേര് വന്നു, പിന്നെ അവർ കുറച്ച് പേര് വിളിച്ചുകൊണ്ട് വന്നു. അപ്പൊ അങ്ങനെ റെഗുലറായിട്ട് അവർ ഭഗവത്ഗീത ക്ലാസ് അവിടെ തുടങ്ങി. അങ്ങനെ കാലക്രമേണ ആ വ്യക്തികളാണ് ഇന്ന് ഒരു ദീക്ഷയെടുത്ത് സന്യാസിമാരായിട്ട് ഇന്ന് പ്രചരണം ചെയ്യുന്നത്. പലപ്പോഴും ഇവിടെയൊക്കെ നമുക്ക് പലപ്പോഴും സന്യാസിമാർക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണ്. അങ്ങനെ അവർ ഈ ഭഗവത്ഗീതയും ഭാഗവതൊക്കെ അവർ ജീവിതത്തിൽ ഏറ്റെടുത്ത് അവരാണ് പ്രചരണം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളും ഭാരതഭൂമി ജനിച്ചിട്ടുകൂടി നമുക്ക് അത്രത്തോളം അതിനോട് വിശ്വാസം ഉണ്ടായില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഇന്ന് പ്രചരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം വെച്ചാൽ അവര് 50 വർഷത്തോളം ഈ മൂവ്മെന്റ് ഈ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു സന്തോഷം ഉള്ളതുകൊണ്ടാണ് അവർ നിൽക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് അവർ ഇവിടെ വന്ന് പ്രചരണം ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളും ഇതുപോലെ തന്നെ നാമം ജപിക്കുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സന്തോഷം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതിന് വളരെ എളുപ്പം, ഒരു ചെലവുമില്ല. നമുക്ക് ജസ്റ്റ് എവിടെ ഉണ്ടെങ്കിലും നമുക്ക് ഓഫീസിലോ എവിടെ ഇരുന്നോണ്ട് ഭഗവാന്റെ നാമം നമുക്ക് ജപിക്കാം. നിരന്തരം ഭഗവാന്റെ നാമം ജപിക്കുക, ഡെയിലി കുറച്ചു നേരം ഭഗവത്ഗീത വായിക്കാനുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കും സന്തോഷം കിട്ടും, നമ്മൾ കൂടിയുള്ള ആൾക്കാർക്കും ആ സന്തോഷം കിട്ടും. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഡെയിലി നാമം ജപിക്കൂ. അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാതെ അവരുടെ പറഞ്ഞാൽ അവർ കേൾക്കില്ല അല്ലെ. അപ്പൊ ഞാൻ ഇപ്പൊ പുക വലിക്കുകയാണ്, അപ്പൊ ഞാൻ പറയണം എന്റെ മകന്റെ അടുത്ത് നീ പുക വലിക്കരുത് എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യുന്നത് അച്ഛൻ പുകവലി നിർത്തിയാലേ മകൻ പുകവലി നിർത്തുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രാവർത്തിയായിട്ട് ചെയ്യുക. നമ്മൾ ഡെയിലി നാമം ജപിക്കുക. അപ്പൊ അത് കാണുമ്പോൾ അവരും ചോദിക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ ജപിക്കുന്നത്, അവർ ചോദിച്ചു വരും. അപ്പൊ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ശരിയേക്കാളും തെറ്റുകളാണ് ആദ്യം നമ്മൾ കാണുന്നത് അവരുടെ മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അവർക്ക് ചെറുപ്പത്തിൽ മുതൽ തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും നല്ലൊരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും. നാളെ അവരെ കൊണ്ടും ബാക്കി സമൂഹത്തിനും നല്ലൊരു നന്മ കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയാനുള്ളത്. നിരന്തരം എല്ലാവരും നാമം ജപിക്കുക. കിട്ടുന്ന സമയമൊക്കെ ഭഗവാൻ നാമങ്ങൾ ജപിക്കുക, നാമത്തിനെ ആശ്രയിക്കുക, ഭഗവത്ഗീത ഡെയിലി വായിക്കുക. നമുക്ക് ശരീരത്തിന് വേണ്ടി നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നു, കുളിക്കുന്നു, ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ആത്മാവിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡെയിലി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക,
ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ കേൾക്കുക, വായിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ആത്മാവിന് സന്തോഷമുണ്ട്. അപ്പൊ ആത്മസന്തോഷമാണ് നമുക്ക് റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ശരീരത്തിന് നമ്മൾ എന്തൊക്കെ സന്തോഷം കൊടുത്താലും അത് കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. പക്ഷെ ആത്മാവിന് കൊടുക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് എന്നും നമ്മുടെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആത്മാവിനോട് ചെയ്യുന്നു അത് എന്നും ശാശ്വതമാണ്. നമ്മൾ നാമം ജപിക്കുന്നതും ഭക്തി ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ ജന്മത്തിൽ പൂർണ്ണമായിട്ടും പെർഫെക്ഷൻ നേടിയില്ല എന്നുണ്ടെങ്കിൽ കൂടി അടുത്ത ജന്മത്തിൽ നമുക്ക് അവിടെ വെച്ച് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഭൗതിക ജീവിതത്തിൽ അങ്ങനെയല്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരു വ്യക്തി ഒരു ഡോക്ടർ, എഞ്ചിനീയർ ആയി, എന്നിട്ട് അദ്ദേഹം മരണശേഷം വീണ്ടും അദ്ദേഹം ജനിക്കുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? അദ്ദേഹം പോയിട്ട് തറാപാറയിലൊക്കെ പഠിക്കണം, അല്ലെ? LKG വീണ്ടും നമുക്കൊക്കെ തുടങ്ങി പോയാൽ അദ്ദേഹത്തിന് വീണ്ടും ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും സാധിക്കും. പക്ഷെ ആത്മീയജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതോ നമ്മൾ 1% ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് 1.1% മുതലാണ് ഇത് തുടങ്ങും. അതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക എന്താണ് നമ്മളെ റിയൽ ലാഭം എന്ന് പറയുന്നത്. ആത്മീയ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ലാഭം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഭൗതിക കാര്യം ചെയ്യേണ്ടതല്ല പറയുന്നത്. പക്ഷെ ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭൗതിക കാര്യങ്ങൾ അതനുസരിച്ച് അലൈൻ ചെയ്ത് വരുന്നതാണ്. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിന്റെ ഒരു നിഴല് പോലെയാണ്, അല്ലെ? അപ്പൊ നമ്മൾ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ശരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭൗതിക ജീവിതം അനുസരിച്ച് സെറ്റ് ആവുമെന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പ്രശ്നം വരുന്നത്, അപ്പൊ എന്തെങ്കിലും വിഷമവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ്, നമ്മൾ ആദ്യം ചിലപ്പോൾ അമ്പലത്തിൽ പോകുന്ന നിർത്തും, അല്ലെങ്കിൽ നാമം ജപിക്കുന്ന നിർത്തും. എന്നിട്ട് നമ്മൾ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശരിയാക്കാൻ നോക്കും. പക്ഷെ നമ്മൾ എത്രത്തോളം അതിന് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ കയ്യിലല്ല അതുള്ളത്. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് ഭൗതിക ശക്തിയും ആത്മീയ ശക്തിയും കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ഭഗവാൻ തന്നെ ഒരു അറേഞ്ച്മെന്റ് തരും. എങ്ങനെയാണ് ആ വ്യക്തിക്ക് ആധ്യാത്മികമായിട്ട് മുന്നേറാൻ ഒരു അവസരം അറേഞ്ച് ചെയ്ത് തരും. നമ്മൾ എന്തൊരു പ്രശ്നങ്ങൾ വന്നാലും ഒരിക്കലും നമ്മൾ ഭഗവാൻ നാമജപം മുടക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആത്മീയപരമായിട്ടും എല്ലാ രീതിയിലും മനഃശക്തിയൊക്കെ നമുക്ക് കിട്ടും. എന്തൊരു പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ശക്തി കൂടി അതിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ഇതിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചോ? ഇന്ന് വായിച്ച ശ്ലോകത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ സംശയങ്ങൾ ചോദിച്ച് മുന്നേറിയാലേ നമുക്ക് ആത്മീയത്തിൽ മുന്നേറാൻ സാധിക്കും. സംശയങ്ങൾ എന്ന് ഒരു തടസ്സമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മുമ്പിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. ഒബ്സ്റ്റക്കിൾ പോലെയാണ്. നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അതിനെ എപ്പോഴും ക്ലിയർ ചെയ്യും. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിനെ പറ്റി നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ സംശയങ്ങൾ വരും. എല്ലാവരും ഒരു മാല ജപിക്കാറുണ്ടല്ലോ വരുന്ന ആൾക്കാരൊക്കെ. വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. വന്നുചേർന്നൊക്കെ വിനീതമായി നന്ദി. കൃഷ്ണ. ഓക്കെ, നല്ലൊരു ചോദ്യമാണ് പ്രത്യേകിച്ച്. നാമജപത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പ്രഭുവിന്റെ ചോദ്യം. അപ്പൊ നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ് പ്രഭു ചോദിച്ചിരുന്നത്. അപ്പം നമുക്ക് ആക്ച്വലി നാമം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമം തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാന്നുള്ള പൂർണ്ണ വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് നാമജപത്തിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഇപ്പോഴും ആ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നാമം ജപിക്കുമ്പോൾ അത്ര ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാത്തത്. അതിന് ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശാസ്ത്രങ്ങൾ നമ്മൾ ഡെയിലി വായിക്കാം. കാരണം ഇപ്പം ഈ ഒരു ഭഗവത്ഗീത വായിക്കുമ്പോൾ തന്നെ ഇതിൽ നാമജപത്തിന്റെ ഇമ്പോർട്ടൻസ് പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ ശീലപ്രഭുവിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നാമജപത്തിന്റെ മഹിമയെ പറ്റി കൂടുതൽ പറയും. അപ്പൊ അങ്ങനെ കൂടുതൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ബുദ്ധി അത്രത്തോളം കൺവിൻസ്ഡ് ആവും. അപ്പൊ നാമജപം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് ഒരു വഴി അതാണ്. അപ്പൊ നമ്മുടെ ബുദ്ധിയെ നമുക്ക് കൺവിൻസ് ചെയ്യാനുള്ള കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും നാമജപിക്കുക ഇരിക്കുന്ന സമയത്ത് തന്നെ ഉടനെ മനസ്സ് പറയും ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, അതിനെ പറ്റിയുള്ള പ്ലാനിങ് ആണ് നടക്കുന്നത് പലപ്പോഴും. ഇനി അടുത്തിപ്പോ നമ്മൾ രാവിലെ ജപിക്കുമ്പോൾ ഇനി രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓഫീസിൽ പോയി എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അതേസമയത്ത് ഇപ്പൊ ബുദ്ധി മനസ്സിനെ ആക്ച്വലി കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുക? അപ്പൊ നമ്മളെപ്പോഴും നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട്, അപ്പൊ മനസ്സും ബുദ്ധിയും, അല്ലെ? മനസ്സെന്ന് പറഞ്ഞ ഒരു കുട്ടിയും ബുദ്ധി എന്ന് പറഞ്ഞ ഒരു അമ്മയും പോലെയാണ്. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? ഇപ്പോഴും എനിക്കിപ്പോ പുറത്ത് പോയിട്ട് എനിക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു ചോക്ലേറ്റ് കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അപ്പൊ അമ്മ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ, അല്ലെ? ഇപ്പൊ ഈ മനസ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ, അല്ലെ? അമ്മ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ കുട്ടി പറയുന്ന കാര്യങ്ങൾ അമ്മ കേട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് നന്മ എപ്പോഴും വരില്ല. പലപ്പോഴും നോക്കുന്ന സമയത്ത്, അല്ലെ? അപ്പൊ കുട്ടി പറയാണ് എനിക്ക് നാളെ എക്സാം ആണ്, എനിക്കിന്ന് കളിക്കാൻ പോകണമെന്ന് പറയണം.
അപ്പം അമ്മ ചിന്തിക്കുകയാണ്, എന്റെ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ കുട്ടിക്ക് സന്തോഷം വരും, അപ്പൊ ഞാൻ അദ്ദേഹത്തിന് കളിക്കാൻ വിടട്ടെ എന്ന് പറഞ്ഞാൽ ശരിയാവും? ഇല്ല അല്ലെ? അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നാളെ സമയം പരീക്ഷയിൽ തോക്കും, അദ്ദേഹത്തിന് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടായി വരും. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഇപ്പൊ ഒരു പനിയാണ്, അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് പറയാം. അപ്പൊ ആ കുട്ടി കരയാണ്, എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറയുന്ന സമയത്ത് അമ്മ എന്താ ചെയ്യും? അമ്മ പറയും, ഇപ്പൊ നീ കഴിക്കരുത്, എനിക്ക് പനിയാണ്, ഇപ്പൊ നീ കഴിക്കണം, ഞാൻ പിന്നെ നിനക്ക് അസുഖം മാറിയ ശേഷം വാങ്ങിത്തരാമെന്നാണ് അമ്മ പറയുന്നത് അല്ലെ? അതേ സമയത്ത് അപ്പൊ അമ്മ പറയണം, ഇല്ല അമ്മ, അയ്യോ കുട്ടി കരയുന്നുണ്ടല്ലോ, അപ്പൊ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അപ്പൊ അമ്മ ആ കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നാളെ കുട്ടിക്ക് വീണ്ടും അസുഖം കൂടുകയാണ് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ മനസ്സ് നമുക്ക് പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അപ്പൊ അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ ആ മനസ്സ് എന്ന് പറയുന്നത് ഇവിടെ കുട്ടിയും, അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുമാണ്. അപ്പൊ നമുക്ക് ബുദ്ധിയാവുന്ന അമ്മയെ കൊണ്ട് മനസ്സാവുന്ന കുട്ടിയെ കൺട്രോൾ ചെയ്യണം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അത് അത്ര എളുപ്പമല്ല. അപ്പൊ എനിക്ക് ഇവിടുന്ന് ഇരുന്ന് പറയാനും എളുപ്പമാണ്, പക്ഷെ നമ്മൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് നമുക്ക് ബുദ്ധിയെ നമ്മൾ കൺവിൻസ് ചെയ്യാനുള്ള കാര്യമാണ്. അതിന് ആണ് നമുക്ക് ശാസ്ത്രങ്ങൾ. അപ്പൊ ശാസ്ത്രങ്ങൾ നിരന്തരം വായിക്കുന്ന സമയത്ത് നമുക്ക് ഇതാണ് ശരി, ഇതാണ് ശരിയുള്ള ബോധം നമ്മൾ മനസ്സിൽ വരും. അപ്പൊ അതനുസരിച്ച് നമുക്ക് അത് ചെയ്യണം. പിന്നെ നമുക്ക് മനസ്സ് എപ്പോഴും രണ്ട് ഓപ്ഷൻ തരും. നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത് ചെയ്യാം, അത് ചെയ്യാനുള്ള ഓപ്ഷൻ തരും. അപ്പൊ ആ മനസ്സ് ആ ഒരു ടെംപ്ടേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ജപിക്കുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ജപിക്കുകയും ചെയ്യാം, ശ്രദ്ധയോട് ജപിക്കാനുള്ള ഓപ്ഷൻ രണ്ടും നമുക്ക് തരും. നമ്മുടെ ബുദ്ധി ആ മനസ്സിന് ആ സമയത്ത് പറയണം, അല്ല ഈ നാമജപം എന്ന് പറയുന്നത് നമ്മളും ഭഗവാൻ തമ്മിലുള്ള വളരെ അമൂല്യമായിട്ടുള്ള സമയമാണ്, ഇതിൽ ഈ സമയത്ത് ഞാൻ ഈ കാര്യം ചെയ്യണം, ഈ കാര്യം ചെയ്ത് എനിക്കത് അത്യന്തയോടെ എനിക്ക് ഗുണകരമാണെന്നുള്ള ചിന്ത ബുദ്ധി മനസ്സിനെ കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു കാര്യം അങ്ങനെ ചെയ്യാം. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇതിൽ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. നമുക്കിപ്പോ രാവിലെ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ സത്വഗുണത്തിലാണ് നമ്മൾ നാമം ജപിക്കുന്നത്, അപ്പൊ നമുക്ക് വളരെ എളുപ്പമായിട്ട് നാമം ജപിക്കാൻ ശ്രമിക്കും. അതേസമയം നമ്മൾ രാത്രി ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാമം ഒരു മാല ജപിക്കാൻ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും, നമുക്ക് ഉറക്കം വരും, പിന്നെ ഒരുപാട് ക്ഷീണം നമുക്ക് ഉണ്ടാവില്ല രാവിലെ. പക്ഷെ രാവിലെ ഫ്രഷ് സമയം ആയതുകൊണ്ട്, ഫ്രഷ് ടൈം ആയതുകൊണ്ട് നമുക്ക് ജപിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് എപ്പോഴും ജപിക്കുന്ന സമയത്ത് നമ്മൾ തുളസി മഹാറാണിയൊക്കെ അടുത്ത് വെച്ച് നമ്മൾ വളരെ ഒരു പ്രകാശമുള്ള സ്ഥലത്ത് ജപിക്കുക. നമ്മൾ ഇരുട്ടുള്ള റൂമിൽ ജപിക്കാൻ തുടങ്ങി ഓട്ടോമാറ്റിക് കുറച്ച് നമ്മൾ ഉറങ്ങും. നമ്മൾ ഇരിക്കുമ്പോൾ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, ഫ്രണ്ടിൽ ഭഗവാന്റെ ഫോട്ടോവും നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് തുളസി മഹാറാണിക്ക് വെച്ച് നമ്മൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെയ്ക്ക് ഇതൊക്കെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. ഇതൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മുടെ മനസ്സിനെ നമുക്ക് മനസ്സ് പോയിക്കൊണ്ടേയിരിക്കും, പക്ഷെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാനുള്ള കാര്യമാണ്. നമ്മൾ ജപിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ മനസ്സിപ്പോ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുഴപ്പമില്ല, മനസ്സ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നാമം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാല നമ്മൾ തീർക്കാൻ പറ്റിയായിരിക്കും, പക്ഷെ ഒരിക്കലും നമുക്ക് നാമത്തിൽ രുചി കിട്ടില്ല. അതേസമയത്ത് നമ്മൾ ഇപ്പോ മനസ്സ് പോവാണ്, ഉടനെ തന്നെ മനസ്സിന് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അപ്പൊ എത്രത്തോളം അതിനുവേണ്ടി ശ്രമിക്കുന്നു അതനുസരിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ അതങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ ഭക്തന്മാരൊക്കെ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഒരുമിച്ചിരുന്ന് ജപിക്കുമ്പോഴും നമുക്ക് ഒരു പരിധിവരെയും നമുക്ക് നാമം ജപിക്കാൻ പറ്റും. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നമ്മളിപ്പോൾ ടെമ്പിളിലൊക്കെ വരുമ്പോൾ നമ്മളിപ്പോ ഭക്തന്മാരെ കൂടെ ഇരുന്ന് ജപിക്കുന്ന സമയത്ത് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ വേറെ കാര്യം ചെയ്യാൻ നമുക്ക് തോന്നില്ല. അപ്പൊ എല്ലാ ഭക്തന്മാരും ജപിക്കുമ്പോൾ ഞാനിവിടെ ജപിക്കണം എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ വരും. ഇതൊക്കെയാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇതൊക്കെ പിന്നെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വഴി നമ്മൾ ഭഗവാനടുത്ത് പ്രാർത്ഥിക്കാനുള്ള കാര്യമാണ്. നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലയോ ഭഗവാനെ, എന്റെ മനസ്സ് അവിടെ ഇവിടെയൊക്കെ എന്നെ വലിച്ചുകൊണ്ട് പോവാണ്, എനിക്ക് അങ്ങയുടെ നാമം ഒരു നാമം കൂടി ശ്രദ്ധയോടെ ജപിക്കാൻ പറ്റുന്നില്ല ഭഗവാൻ, അപ്പൊ അങ്ങയുടെ കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് ജപിക്കാൻ സാധിക്കും എന്നുള്ള ഭഗവാന്റെ അടുത്തും ഗുരുവിന്റെ അടുത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥനയോട് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാമം ജപിക്കാൻ സാധിക്കും. അല്ല ജസ്റ്റ് നമ്മൾ വരികയാണ് ഒരു മെക്കാനിക്കലായിട്ട് നമ്മൾ ചെയ്യണം, നാമം ജപിക്കുകയാണ്, ജപിച്ച് കഴിഞ്ഞ് മാലോടെ വെച്ച് തിരിച്ചു പോകണം, ജസ്റ്റ് ഒരു മെക്കാനിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഭഗവാന്റെ ഒരു ഹെൽപ്പ് നമുക്ക് തോന്നില്ല. പക്ഷെ അതേ സമയത്ത് ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെ, നമ്മൾ എങ്ങനെയാണോ ഒരു കുഞ്ഞ് അമ്മയടുത്ത് കരയുന്നത്, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മൂടോടെയാണ് നാമം ജപിക്കണം എന്നാണ് ശാസ്ത്രത്തിൽ ആചാര്യന്മാർ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനടുത്ത് പ്രാർത്ഥിക്കുക, നാമം ജപിക്കുന്നതിന് മുമ്പായിട്ടും പ്രാർത്ഥിക്കാം. ഒരു മാല കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാം, പക്ഷെ അടുത്ത മാല ജപിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിയായിരിക്കും നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും. അതൊരു ബൈ പ്രാക്ടീസ് ആണ്, നമ്മളെല്ലാവരും പരിശ്രമിക്കാൻ അതിന് വേണ്ടി. കാരണം മനസ്സ് എപ്പോഴും പല പല ഓപ്ഷൻസ് തരില്ല. അപ്പൊ നമുക്കിപ്പോ ഇവിടെ ഒരു 5:30 ക്ലാസ് ആണെന്നുണ്ടെങ്കിലും മനസ്സ് പറയില്ല ഇന്ന് പോകണ്ട അല്ലെങ്കിൽ ഇന്ന് പോകണം. രണ്ട് ഓപ്ഷൻ നമുക്ക് എപ്പോഴും തരും. അപ്പൊ ആ സമയത്ത് ബുദ്ധി വെച്ചുകൊണ്ടാണ് മനസ്സിനെ കൺവിൻസ് ചെയ്യാൻ. മനസ്സ് നമ്മൾ ഭരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എവിടെ എത്താൻ സാധിക്കും. കാരണം മനസ്സ് ഇന്ന് ഇത് ശരി പറയും, നാളെ അത് തെറ്റായിട്ട് മനസ്സ് നമുക്ക് പറയും, നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷെ മനസ്സെന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിനെ വിശ്വസിക്കും. അപ്പൊ മനസ്സെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ എത്രയോ കാലമായിട്ടുള്ള വ്യക്തിയാണ്, അപ്പൊ മനസ്സ് പറയുന്നത് എപ്പോഴും ശരിയാണെന്ന് പറയും. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അറിയാൻ സാധിക്കും, മനസ്സ് പറഞ്ഞ് പല തീരുമാനം എടുത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ തെറ്റായ തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ മനസ്സ് എപ്പോഴാണ് മനസ്സ് ശരിയാകുന്ന വെച്ചാൽ മനസ്സ് നമ്മളെ ഫ്രണ്ട് ആവുന്ന എപ്പോഴാണ് ബുദ്ധി പറയുന്ന കാര്യം അനുസരിച്ച് മനസ്സ് പ്രവർത്തിക്കുന്നു, അപ്പോഴാണ് മനസ്സ് ഫ്രണ്ട് ആവുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയുന്നത് മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ശത്രുവാകും മിത്രമാകാൻ പറ്റും ഭഗവത്ഗീത പറയുന്നത്. അപ്പൊ എപ്പോഴാണ് ബുദ്ധി പറയുന്ന കാര്യങ്ങൾ, അതായത് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനസ്സാണ് നമ്മുടെ
ആക്ച്വലി ബന്ധു. അല്ലാത്ത മനസ്സ് നമ്മുടെ ശത്രുവാണ്, എനിമിയാണെന്നാണ് പറയുന്നത്. കാരണം ആ മനസ്സ് നമ്മൾ പല രീതിയിലും പല വഴികളിലും മനസ്സ് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ബുദ്ധിയെ നമ്മൾ കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശാസ്ത്രങ്ങൾ വായിച്ചാലേ നമുക്ക് സാധിക്കണം. അപ്പൊ അതുകൊണ്ട് ഡെയിലി നമ്മൾ പറ്റുകയാണെങ്കിൽ 1 മണിക്കൂർ വായിക്കാൻ പറ്റും. അപ്പൊ ആൾക്കാർ സമയം ഉണ്ടെങ്കിൽ 1-2 മണിക്കൂർ വായിക്കാനാണ് ശ്രീല പ്രഭുപാസ് പറയുന്നത്. നമുക്ക് അത്ര പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഡെയിലി ഒരു 10-15 മിനിറ്റ് എങ്കിലും മുടങ്ങാതെ നമ്മൾ വായിക്കുക. പിന്നെ അതിനെ മനസ്സിലാക്കി പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും വായിക്കുകയായിരിക്കും, പക്ഷെ അതിനെ പ്രാവർത്തികമാക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഞാനെന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നു പോകും. വായിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കുക, ബാക്കിയുള്ളത് ഷെയർ ചെയ്യുക, പിന്നെ അതിനെ നമ്മൾ പ്രാവർത്തികമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ വേണ്ടത് പ്രാർത്ഥിക്കാനുള്ള കാര്യം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. താങ്ക് യു. നല്ല ചോദ്യം. ഓക്കെ, അപ്പൊ വേറെ ഓൺലൈനിൽ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. നമുക്കൊരു 1-2 മിനിറ്റ് സമയമുണ്ട്. ഓക്കെ, വേറെ സംശയങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ക്ലാസ് എൻഡ് ചെയ്യും. വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത കി ജയ്. ശീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി, വളരെ നന്ദി. താങ്ക് യു. ഹരേ താങ്ക് യു. ഹരേ കൃഷ്ണ. ക്ലാസ് എന്ത് ചെയ്തോട്ടെ പ്രഭു? എൻഡ്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു.